അയ്യോ എല്ലാം പോയേ. എന്റെ 4 ലക്ഷം റുപ്യ പോയി. നമുക്കിനി ജീവിക്കണ്ട, ഒരു ദിവസം പോലും ജീവിക്കണ്ട. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട മക്കളെ, എൻ്റെ എല്ലാം പോയി. എൻ്റെ 4 ലക്ഷം റുപ്യ പോയി. എനിക്കരോട് എന്ത് പറയും? കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാര്യം. ഹലോ, ഇത് എങ്ങോട്ടാ? താഴെ ഇറങ്ങിക്കേ. എന്താ കാണിക്കുന്നേ? കുരിപ്പേ അടുത്ത് വരുന്നത്. അടുത്ത് വന്നാ നമ്മൾ ഇപ്പൊ ചാവും. അടുത്ത് വരുന്നത്. അതിങ്ങൾ ചത്തോ? അത് കുഴപ്പമില്ലത്താ. ഞാനിക്കേ ഈ ഫോണിൻ്റെയും വൈഫൈയുടെയും പാസ്വേഡ് ഒന്ന് പറഞ്ഞു തരുമോ? അത് പറഞ്ഞ എൻ്റെ ചത്തോ? ഫാത്തിമ 1 2 3 ഇതാണ് നമ്മുടെ പാസ്വേഡ്. ഉഫ്, സ്ട്രോങ് പാസ്വേഡ് ആണല്ലോ. ആ, എന്തായാലും കോമഡി ആയിട്ടുണ്ട് എത്താ. യു കണ്ടിന്യൂ. ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ. ശരി എന്നാ, ബൈ ബൈ. മരിക്കാൻ നിൽക്കുമ്പോഴാ പഹയ എൻ്റെ ഒരു തമാശ. അവിടെ പോയി. അല്ലിത്ത, നിങ്ങളിപ്പോൾ എന്തിനാ മരിക്കുന്നേ? നാളെ മരിക്കുവാണേൽ ബർത്ത്ഡേയും ഡെത്ത് ഡേയും ഒന്നും ശാക്കത്തില്ലേ? ലാഭല്ലേ? നമ്മള് ബർത്ത് തന്നെയാണ് പ്രശ്നം. ഏ എല്ലാം പോയിക്കള്. ഇത്താ, ഇനി നിങ്ങളെ ആരെങ്കിലും... അയ്യോ, അതൊന്നല്ല. നമ്മുടെ അക്കൗണ്ടിലെ കാശ് മൊത്തം പോയിക്കണു പോനെ. ഓ, കാശ് പോയതാണ് ഇത്ത പ്രശ്നം. എൻ്റെ പൊന്നിത്ത, അത് നമുക്ക് ഇവിടെ നിന്നല്ല സംസാരിക്കണ്ടേ. വാ, ബെഡ്റൂമിലേക്ക് പോവാം, അവിടെ നിന്ന് സംസാരിക്കാം. പാ ഹമുക്കെ ഇജെന്താ നമ്മളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഇക്ക പുറത്തെന്ന് വെച്ച് എന്തും പറയാനാ? ഇച്ച് കൂടുതൽ കളിക്കല്ലേ. ഒറ്റൊരു മേളെന്നുണ്ടല്ല, അടക്കിടക്ക് ജി. അയ്യേ, ഇത്ത അതല്ല. ഇത്ത നമ്മൾ ബെഡ്റൂമിലാണ് നമ്മുടെ ക്യാമറയും സ്റ്റുഡിയോൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് പറയാമെന്ന് പറഞ്ഞ്. അങ്ങോട്ട് വായോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് രണ്ടാമത്തെ സ്കാം, ബർത്ത്ഡേ ഗിഫ്റ്റ്. നമ്മളിതിന് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പേരിട്ടെന്നേ ഉള്ളൂ. ഇത് ഇറ്റ്സ് ഓൾ എബൌട്ട് ഗിഫ്റ്റ്. ഇങ്ങനെ കുറേ ഗിഫ്റ്റുകൾ അയച്ചിട്ടുള്ള തട്ടിപ്പുകൾ, പറ്റീരികൾ കുറേ നടക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ. കൂടുതൽ കാര്യങ്ങൾ ഇത്ത തന്നെ പറഞ്ഞുതരും. എൻ്റെ മോനെ ഒന്നും പറയണ്ട. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ സംഭവമല്ലേ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത്. നമ്മളും ഇക്കാൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റിൽ നിന്ന് കൊതിച്ചിരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് കിട്ടിയോ? കിട്ടി. നല്ല മുട്ടൻ പണി കിട്ടി. ഏ, ഇന്ന് രാവിലെ നമുക്കൊരു കോൾ വന്നിക്കണേ, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്. ഒരു കൊറിയർ ഉണ്ട് ദുബായിൽ നിന്നാണ്, അത് വന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട്. ഞമ്മക്ക് ഇവിടെ അങ്ങ് പോകാനുള്ള ഹെൽപ്പൊന്നും ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞ് വീട്ടിൽ കൊണ്ട് തരില്ലേന്ന്. ഒരു പറഞ്ഞ് വീട്ടിൽ കൊണ്ട് തരില്ല. ഓരോ കൊറിയർ ദുബായിൽ നിന്ന് കണ്ണൂർ വരെയുള്ളൂ. ആടെ നിന്ന് ഒരു വേറെ ആൾക്കാരെ കൊടുത്ത് ഇവിടെ ചെയ്യുക. അതുകൊണ്ട് ഓർഡർ ഡെലിവറി ആൾ കഴിഞ്ഞിക്കണേ. അതിനെ ഡെലിവറി ചാർജ് ആയിട്ട് 290 വേണം. നമ്മൾ അതും അയച്ചു കൊടുത്ത് ഓരോ ലിങ്ക് അയച്ചു എന്നിട്ട് പറഞ്ഞ് ഈ ലിങ്ക് വഴിയാ കായ് അയക്കണ്ടേന്ന്. നമ്മളാ ലിങ്കിൽ കയറി കായ് അയച്ചു കൊടുത്തിട്ട്. എൻ്റെ പൊന്നിത്ത, അങ്ങനെ വരുന്ന ലിങ്ക് ഒന്നും തുറക്കാൻ പാടില്ല. നിങ്ങൾക്കിത് അറിഞ്ഞുകൂടായിരുന്നോ? നമുക്കത് അറിയില്ല എൻ്റെ മോനെ. ഏ ഓര് പറഞ്ഞ് കൊറിയർ ഈടം വരെ ഉള്ളൂ, അതുകൊണ്ട് കായ് അയക്കാൻ നമ്മൾ കായ് അയച്ചു കൊടുത്തു. നാട്ടിലേക്ക് കൊറിയർ വഴി അയക്കുക, വേറെ കൊറിയർ വഴി അയക്കുക. ഓർഡർ ഡെലിവറി അവിടെ കഴിഞ്ഞിക്കണമെന്ന് പറഞ്ഞു. ഓർഡർ ഡെലിവറി കഴിഞ്ഞാൽ വേണ്ട ഒരു OTP വരും. ആ OTP ഒന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് ഡെലിവറി സാധനം അവിടെ കിട്ടിയിട്ടുണ്ട്, വേറെ ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് OTP വന്ന് നമ്മൾ OTP പറഞ്ഞു കൊടുത്ത്. അറിഞ്ഞു കൊടുത്തതിന് പിന്നാലെ മലവെള്ളപ്പ് വെച്ചിട്ട് പോകുന്ന പോലെ നമ്മുടെ അക്കൗണ്ടിൽ 4 ലക്ഷം ഉറുപ്പ്യ പോയിടൂ. എവിടെ പോയി എങ്ങനെ പോയി ഒന്നും അറിയത്തില്ല. 4 ലക്ഷം ഉറുപ്പ്യ ചില്ലറ കൈ എങ്ങാനാ. നമുക്കിനി ജീവിക്കണ്ട. എനിക്കറിയാം നമ്മൾ കൊന്നു കളയും. നമുക്ക് ജീവിക്കണ്ട, ജീവിക്കണ്ട, ജീവിക്കണ്ട. അല്ല, എന്നിട്ടിത്ത 1930 വിളിച്ചിട്ട് പരാതി പറഞ്ഞില്ലേ? അതിൻ്റെയും ഒരു കുറവുള്ളൂ. ഈ വീട്ടിൽ പോലീസൂടെ കയറിക്കണം കുട്ടികൾ നാൻ്റെ അടുത്തെ. നമ്മളങ്ങ് ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രം സഹിച്ചാൽ മതിയല്ലോ. പോലീസും കയറി നാണക്കേടായി. എൻ്റെ മോൻ എന്തൊക്കെയാ പറയുന്നത്? നടക്കൂല ഒക്കെയാണോ? ഓ, നാണം കെടുന്നതിനെക്കുറിച്ച് ഇത്തക്ക് നല്ല ബോധ്യമുണ്ട്. കുട്ടികളെക്കുറിച്ചും ധാരണയുണ്ട്. എന്നിട്ടാണോ നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയത്? അന്നേരം ഈ നാണക്കേടും മാനക്കേടൊന്നും ഇല്ലേ? ഇത്തയ്ക്ക് ഇക്കാനി ഒന്ന് വിളിച്ചു ചോദിച്ചാൽ പോരായിരുന്നോ? അത് പിന്നെ ഒരു സർപ്രൈസ് എന്നല്ലേ നമ്മൾ വിചാരിച്ചേ. ഇതിപ്പം വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. എൻ്റെ ഫാത്തിമത്ത, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ഇപ്പോൾ ഉണ്ടല്ലോ, ഇതേപോലത്തെ കുറേ തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യാത്തൊരു സാധനത്തിന് ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സമ്മാന കൂപ്പൺ വഴി നിങ്ങൾക്ക് ഇത്രയും വലിയ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വിളിക്കും.
അവർക്കൊന്നും നമ്മുടെ OTPയോ അവർക്ക് വേണ്ടി പേയ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യരുത്. നമ്മൾ വ്യക്തമായ ധാരണയും കാര്യങ്ങളും വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാൻ ചാൻസസ് ഉണ്ടോ, നമ്മൾ അതിന് കൊടുത്തിട്ടൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പരമാവധി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻസ് മൊബൈൽ നമ്പറിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അല്ലാണ്ട് ലിങ്ക് വഴി പേയ്മെൻ്റ് ഒന്നും ചെയ്യരുത് കേട്ടോ. ഇനി പറ്റിക്കപ്പെട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 1930 വിളിച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പോയ പൈസയുടെ കുറച്ചെങ്കിലും തിരിച്ചു കിട്ടത്തുള്ളൂ. ഈ തട്ടിപ്പുകാർ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മുടെ പൈസ അവരുടെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം അവർ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ പൈസ അവരുടെ അക്കൗണ്ടിൽ എത്ര നേരം ഇരിക്കുന്നോ അത്രയും പെട്ടെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പൈസ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ എത്ര തുകയാണ് ബാക്കിയുള്ളത് ആ എമൗണ്ട് മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ എമൗണ്ടേ നമുക്ക് തിരിച്ചും കിട്ടത്തുള്ളൂ. സോ എത്രയും പെട്ടെന്ന് 1930 വിളിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് നഷ്ടപ്പെട്ട പൈസ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അല്ലാണ്ട് ഇതൊരുമാതിരി ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, മോശം പരിപാടിയല്ലേ. ബ്രേവ് ആയിരിക്കുക, നഷ്ടപ്പെട്ടതിന് തിരിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഒരു ചിന്ത ഉണ്ടാവുക. ഓക്കെ. പിന്നെ പറഞ്ഞ പോലെ ഈ പോലീസുകാർ വീട്ടിൽ കയറിഞ്ഞിറങ്ങുമോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇത് സൈബർ ക്രൈം ആയതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നു. അവർ നമ്മുടെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒന്ന് എൻക്വയറി ചെയ്യുന്നു, നമ്മുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നു. നമ്മുടെ ഫീഡ്ബാക്ക് എടുത്ത് നമുക്ക് കാര്യങ്ങൾ കൃത്യത്തിൽ പറഞ്ഞു തരും. നല്ല വ്യക്തമായിട്ടും അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ. അല്ലാണ്ട് പണ്ടത്തെ പോലെ വീട്ടിൽ കയറി വീട്ടുകാരെ അറിയിക്കുകയോ നാട്ടുകാരെ അറിയിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇത് കംപ്ലീറ്റ് പ്രൈവറ്റ് ആയിരിക്കും, പേഴ്സണലായിരിക്കും, സേഫ് ആയിരിക്കും. സോ ഇനി തൊട്ട് ഇങ്ങനെയുള്ള പറ്റിയതിലൊക്കെ ഏർപ്പെട്ടാൽ ദയവ് ചെയ്ത് ആത്മഹത്യനെക്കുറിച്ച് ചിന്തിക്കാണ്ട് മുമ്പോട്ടുള്ള വഴി കാണുക. എത്രയും പെട്ടെന്ന് സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്ത് പൈസ തിരിച്ചു പിടിക്കാൻ നോക്കുക. ഓക്കെ, മനസ്സിലായോ? ഞമ്മക്ക് അതിന് മാത്രമുള്ള പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലല്ലോ മോനെ. ഉണ്ടായിട്ടും പിന്നെ കാര്യമായി. നമ്മൾ നബീസൂന് ചെക്കനില്ലേ അഷ്റഫ്, ഓൺ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കായ്ക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടോ. ഇപ്പം സമയമില്ല ഓൻ്റെ കഥ പറയാൻ. അടുത്ത കഥ പറയാട്ടാ. ഇന്നൊരു കാര്യം ചെയ്യും, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്ത് കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ. അടുത്ത വീഡിയോ കാണാം. ചെങ്ങായിൻ്റെ കഥയും കൊണ്ട് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ശരി, മറ്റൊരു വീഡിയോ കാണാട്ടാ. ടാറ്റാ.